ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഷർ 2015 പുറത്തിറങ്ങിയ ഒരു കിടിലൻ സർവൈവൽ സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമുണ്ട്, ഇല്ലാത്ത ഒരു കാരണമുണ്ട്. ഇങ്ങനെ അധികം ആൾക്കാരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ. പക്ഷേ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ഇതിലുള്ള എക്സൈറ്റിംഗ് എലിമെൻറ്റ്, സർവൈവൽ സിനിമയിലെ ഇതിലുള്ള എക്സൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നി. ഇന്ത്യൻ ഓഷ്യനിൽ ഈ ഓയിൽ ഉണ്ടല്ലോ, താഴെ കൂടെ പോകുന്ന ഓയിൽ പൈപ്പുകൾ റിപ്പയർ ചെയ്യാനായിട്ട് ഒരു കമ്പനി നിയോഗിച്ച 4 പേര്. അങ്ങനെ ഇവർ 200 മീറ്റർ താഴെ ഉള്ള ഈ ഒരു പൈപ്പ് നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതൊരു മുങ്ങിക്കപ്പൽ പോലുള്ളൊരു ബബിൾ പോലുള്ളൊരു സ്പെഷ്യൽ മുങ്ങിക്കപ്പലാണ്. അപ്പോൾ സാധാരണ മുങ്ങിക്കപ്പൽ പോലെയല്ല, ഇത് പ്രഷറിനെ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള ഒരു മുങ്ങിക്കപ്പലാണ്. നമുക്കറിയാം, ഈ അടുത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു മുങ്ങിക്കപ്പൽ താഴേക്ക് നിന്ന് പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യുക. കാരണം ഇത് അത്രയും താഴേക്ക് പോകുമ്പോൾ ഈ മുകളിലുള്ള വെള്ളത്തിൻ്റെ അത്രയും വെയിറ്റ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുക, ഇങ്ങനെ അടിച്ചിങ്ങനെ പപ്പടാക്കി കളയുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള അങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. ഇങ്ങനെ പപ്പടാക്കി കഴിഞ്ഞിട്ട് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ ഇത് അത്രയും പ്രഷർ, 200 മീറ്റർ താഴെ എന്ന് പറയുമ്പോൾ ആ കടലിൻ്റെ മുകളിലുള്ള അത്രയും ഘന അടി വാട്ടറിൻ്റെ പ്രഷർ, അത്രയും വെയിറ്റ് ഈ താഴേക്ക് പോകുന്ന സമയത്തുള്ള വസ്തുക്കൾക്കും മീനുകൾക്കും മനുഷ്യന്മാർക്കും ഈ ഒബ്ജക്റ്റുകൾക്കും ഒക്കെ പറ്റും. അത് ഇങ്ങനെ അമർന്നു പോകും. അതാണ് പ്രഷർ. അങ്ങനെ ഇവർ ഈ താഴേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ യന്ത്ര തകരാറുകൾ കാരണം ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വണ്ടി അവിടെ സ്റ്റക്കായി പോകുന്നു. ഓക്സിജൻ സപ്ലൈയും ഇല്ല. ആകെ കുറച്ച് സമയത്തേക്കുള്ള ഓക്സിജനേ ഉള്ളൂ. 4 പേർക്കും എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇവർ ഇത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ചിട്ട് ഇവർ താഴേക്ക് അകപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ അവർക്ക് പുറത്ത് കടക്കാൻ പറ്റും എന്നുള്ളത് അവർ ചിന്തിക്കുന്നതും അവർ എടുക്കുന്ന പല തീരുമാനങ്ങളും പുറത്ത് പോയിട്ടുള്ള, അതായത് ഓക്സിജൻ സിലിണ്ടറൊക്കെ ഈ ബബിളിൻ്റെ പുറത്ത് പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കാനായിട്ട് അവർ ഡൈവേഴ്സൊക്കെ ആയിട്ട് പോകുന്നതും ഡൈവിങ് സൂട്ട്സൊക്കെ ആയിട്ട് പോകുന്നതും, ചില പ്രത്യേക തരത്തിലുള്ള ഡൈവിങ് സൂട്ടുകളൊക്കെ ഉണ്ട് ഈ പ്രഷറിനെ പ്രതിരോധിക്കാനുള്ള. പക്ഷേ അവർക്ക് എപ്പോഴും അത് എന്താ പറയുക, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാതെ പോകുന്നത്, അവരുടെ സുഹൃത്തുക്കൾ മരണപ്പെടുന്നു. അങ്ങനെ പല 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 സീനുകളിലൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ് പ്രഷർ. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ചില സിനിമകൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും, ചില സിനിമകൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ പ്രഷർ എന്നൊരു സിനിമ എനിക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം എന്നെ പഠിപ്പിച്ച ഒരു സിനിമയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അയ്യോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, രക്ഷപ്പെടാൻ ഇത്രയും ചെറിയൊരു കാര്യം മതിയായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എടുത്തിരിക്കുന്നത്. അത് സയൻറ്റിഫിക്കലി അങ്ങനെ ആയിരിക്കാം, പക്ഷേ അത് എടുത്തത് വളരെ സിമ്പിളായിപ്പോയി. അതാണ് എനിക്കൊരു ഇഷ്ടമില്ലാതെ പോയിരുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. ചെയ്യും.